എഐസിസി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തും. വിനീത വി.ജി വിവരങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് യോഗത്തിന്റെ അജണ്ട? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് ഓഫീസിലാണ്. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇന്ന് ഇവിടെയാണ് യോഗം ചേരുന്നത്. യോഗം ഇനിയും ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. കെ.സി. വേണുഗോപാൽ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടി എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം കൂടി എത്തിയാൽ യോഗം ആരംഭിക്കും. രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓരോ സംസ്ഥാനത്തിന്റെയും ചുമതലയുള്ള നേതാക്കൾ, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ, പുതിയതായി ചുമതലയെടുത്ത ജനറൽ സെക്രട്ടറിമാർ എന്നിവരൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി ഈ യോഗത്തിൽ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളടക്കം യോഗത്തിൽ വിലയിരുത്തും. ഒപ്പം തന്നെ ഇനി തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഈ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകും. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ആ സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക ജാഗ്രത കൂടി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നേതാക്കൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. അതിനുശേഷം ഒരു ബ്രീഫിംഗ് കൂടി ഉണ്ടാകും. അനുജ, ശരി. എഐസിസി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഡൽഹിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തും എന്നുള്ളതാണ് വിനീത വി.ജി നൽകിയ വിവരം.